ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പൊന്നി ജോൺ. നഴ്സിംഗ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് പ്രീ ഓപ്പറേറ്റീവ് കെയർ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ID കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നോട്ട്സ് കണ്ട് വീഡിയോ കേൾക്കുന്നതാണ് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പവും ഓർത്തിരിക്കാൻ എളുപ്പവും. ഓക്കെ, ആദ്യത്തെ എൻ്റെ 5 വീഡിയോയുടെ നോട്ട്സ് ഞാൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതാണ്. സോ നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് കെയറിനെ കുറിച്ച് കേൾക്കാം. 8 പോയിൻ്റാണ് നിങ്ങളിതിൽ ഓർത്തിരിക്കേണ്ടത്. പോയിൻ്റ് ഇൻഫോംഡ് കൺസെൻ്റ് ആണ് 1, 2 ന്യൂട്രീഷൻ, 3 എലിമിനേഷൻ, 4 സർജിക്കൽ സൈറ്റ് പ്രിപ്പറേഷൻ, 5 ക്ലൈൻറ്റ് ടീച്ചിങ്, 6 സൈക്കോ സോഷ്യൽ പ്രിപ്പറേഷൻ, 7 പ്രീ ഓപ്പ് ചെക്ക് ലിസ്റ്റ്, 8 പ്രീ ഓപ്പ് മെഡിക്കേഷൻസ്. സോ 1 by 1 ഇതെന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ഇതിൽ ഓർത്തിരിക്കേണ്ടതെന്ന് നമുക്ക് കാണാം. സോ ഫസ്റ്റ് പോയിൻ്റ് ഇൻഫോംഡ് കൺസെൻറ്റ്. ഓക്കെ, സോ ഇൻഫോംഡ് കൺസെൻറ്റിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, നേഴ്സ് ഒരു വിറ്റ്നസ്സായിട്ട് മാത്രമാണ് ഇൻഫോംഡ് കൺസെൻറ്റിൽ സൈൻ ചെയ്യേണ്ടത്. ഈ ഇൻഫോംഡ് കൺസെൻറ്റ് എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി സർജനാണ്. സോ നമ്മളൊരു വിറ്റ്നസ്സായിട്ട് സൈൻ ചെയ്യുമ്പം സർജൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പേഷ്യൻറ്റിന് മനസ്സിലായി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. സോ സർജൻ എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണ്, അൺഎക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ഇതുകൂടാതെ പേഷ്യൻസിന് 100 ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ കൺസെൻറ്റ് എടുക്കാൻ പാടുള്ളൂ. ഈ കൺസെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വിറ്റ്നസ് എന്നുള്ള രീതിയിൽ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സൈൻ ചെയ്യുമ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പേഷ്യൻ്റ് മൈനറാണെങ്കിൽ അല്ലെങ്കിൽ ഓൾഡർ പേഷ്യൻ്റ് ആണ്, ഡിസോറിയൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഓൾഡർ പേഷ്യൻ്റ് ആണെങ്കിൽ ഈ 2 ഗ്രൂപ്പിനും ഒരു ഗാർഡിയൻ്റെ സൈൻ ആവശ്യമായിട്ടുണ്ട്. മൈനറായിട്ടുള്ള ചിൽഡ്രൻ ആണെങ്കിൽ അവർക്ക് പേരൻസിൻ്റെ സൈനോ ഗാർഡിയൻ്റെ സൈനോ മതിയാവും. ഇൻ കേസ് ഓഫ് ഓൾഡർ പേഷ്യൻ്റ് ദേ മേ നീഡ് ഗാർഡിയൻ സിഗ്നേച്ചർ. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇൻഫോംഡ് കൺസെൻറ്റിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് ന്യൂട്രീഷനാണ്. സോ ന്യൂട്രീഷനിലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 2 കാര്യമാണ്. IV ലൈനെ കുറിച്ചും NPO സ്റ്റാറ്റസിനെ കുറിച്ചും. സോ IV ലൈൻ മെയിൻലി നമുക്കറിയാം NPO ഇരിക്കുന്ന പേഷ്യൻ്റാണ്. സോ പേരൻ്റൽ ന്യൂട്രീഷൻ ആവശ്യമായിട്ടുണ്ട്. സോ IV ലൈൻ ഉണ്ടായിരിക്കണം. പ്രീ ഓപ്പറേറ്റീവ്ലി മസ്റ്റ് ബി ലാർജ് എനഫ് ഫോർ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചില കേസസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമില്ല, എന്നാലും എല്ലാ സർജറിയുടെ ഒരു കോംപ്ലിക്കേഷനാണ് ബ്ലീഡിങ്. സോ ഇൻട്രാ ഓപ്പറേറ്റീവ്ലി ഓർ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ബ്ലീഡിങ് ഉണ്ടായാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പാകത്തിനുള്ള വലുപ്പമുള്ള നീഡിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് 1ാമത്തെ പോയിൻ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. 2ാമത്തെ പോയിൻ്റ് NPO മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സർജൻ ഓർ അനസ്തെറ്റിക്. യൂഷ്വലി 6 to 8 hours ആണ് ജനറൽ അനസ്തേഷ്യയ്ക്ക്, 3 hours ബിഫോർ ലോക്കൽ അനസ്തേഷ്യ. ഓക്കെ, സോ ഇതാണ് ന്യൂട്രീഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ. അടുത്തത് എലിമിനേഷനാണ്. സോ എലിമിനേഷനിൽ 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ആസ് യൂഷ്വൽ, എനിമ ഓർ ലാക്സേറ്റീവ്. ഓക്കെ, നമ്മൾ സർജിക്കൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മുടെ ഡോക്ടേഴ്സ് എനിമിയോ ലാക്സേറ്റീവോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ പേഷ്യൻറ്റിന് കൊടുത്തിരിക്കണം. എസ്പെഷ്യലി GI സർജറിക്കൊക്കെ മുന്നേ ഇതിന് സ്പെസിഫിക് ഓർഡേഴ്സ് കാണും. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, വോയിഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ സർജറി. അപ്പോൾ പേഷ്യൻറ്റിനോട് യൂറിൻ പാസ് ചെയ്യാൻ പറയണം ജസ്റ്റ് സർജറിക്ക് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വോയിഡ് ചെയ്തിരിക്കണം. ഫോളിസ് കത്തീറ്ററിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ യൂറിൻ ബാഗ് MD ചെയ്തിരിക്കണം. MD ചെയ്ത് ഡോക്യുമെൻറ്റ് ചെയ്യണം. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഫയലിൽ ഡോക്യുമെൻറ്റ് ചെയ്യണം. എമൗണ്ട് എത്രയാണ്, യൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. 4ാമത്തെ പോയിൻ്റ് സർജിക്കൽ സൈറ്റ് പ്രിപ്പറേഷനാണ്. സർജിക്കൽ സൈറ്റ് ക്ലീൻ ചെയ്തിരിക്കണം. മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഓർ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് ഉപയോഗിച്ച് ആ സർജിക്കൽ സൈറ്റ് ക്ലീൻ ചെയ്തിരിക്കണം. ഷേവ് ചെയ്തിരിക്കണം സർജിക്കൽ സൈറ്റ്. ഹെയർ ഒന്നും സർജിക്കൽ സൈറ്റിൽ പാടില്ല. പിന്നെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സർജിക്കൽ സൈറ്റ് മാർക്കിംഗ് ഉണ്ടായിരിക്കണം. സർജറി ചെയ്യുന്ന മെയിൻ സർജൻ സർജിക്കൽ സൈറ്റ് മാർക്ക് ചെയ്തിരിക്കണം.
ഈ 3 കാര്യങ്ങളാണ് സർജിക്കൽ സൈറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 5ാമത്തെ പോയിൻ്റ് പ്രീ ഓപ്പറേറ്റീവ് ക്ലയൻറ്റ് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. സോ എന്തൊക്കെയാണ് സർജറിക്ക് മുന്നേ പേഷ്യൻറ്റിനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ? 2 കാര്യങ്ങളാണ് മെയിൻലി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫസ്റ്റ് വൺ, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നും, സെക്കൻഡ് വൺ, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി വരുന്ന കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും അത് ഓവർകം ചെയ്യാനും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി അവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഔട്ട്കം എന്താണ്? ചില ആംബ്യൂട്ടേഷൻ സർജറി ആണെങ്കിൽ ബോഡി ഇമേജിനെ എഫക്റ്റ് ചെയ്യും. എന്തെങ്കിലും ഓർഗൻസ് റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞു കൊടുക്കണം. അവർ മെൻ്റലി പ്രിപ്പയർ ആയിരിക്കണം പോസ്റ്റ് ഓപ്പറേറ്റീവ് ഔട്ട്കം റിസീവ് ചെയ്യാൻ വേണ്ടി. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ്, സ്പെസിഫിക് കോംപ്ലിക്കേഷൻസ് സർജറിക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുക്കണം അവർക്ക്. അതാണ് ഒരു കാര്യം. പിന്നെ വരുന്ന ഒരു മെയിൻ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പെയിൻ വന്ന ഉടനെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള നേഴ്സിനെ അത് അറിയിക്കുക. ഉറപ്പായിട്ടും അവർക്ക് അനാൽജസിക്ക് അല്ലെങ്കിൽ ഓപ്പിയോയിഡ് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് പെയിൻ ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. ഇതൊക്കെ അവരുടെ അടുത്ത് പറയുക. ഇൻ കേസ് ഓഫ് പേഷ്യൻ്റ് കൺട്രോൾ അനാൽജസിയ PCA യൂസ് ചെയ്യുന്ന കേസസ് ഒക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിനെ ഈ പേഷ്യൻ്റ് കൺട്രോൾ അനാൽജസിയ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ബ്രീത്തിങ് എക്സസൈസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടി. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓപ്പിയോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പിയോയിഡ് ഡ്രഗ്സ് അഡിക്ഷൻ ഒന്നും ഉണ്ടാക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ ഇൻഫോം ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ അവരുടെ അടുത്ത് പറയേണ്ട കാര്യം, സർജറിക്ക് 24 ഹവേഴ്സിന് മുന്നേ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്കിംഗ് അറ്റ്ലീസ്റ്റ് 24 ഹവേഴ്സിന് മുന്നേ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. പിന്നെ ന്യൂമോണിയ അത്ലറ്റാസിസും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു കോംപ്ലിക്കേഷൻസ് ആണ്. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡീപ്പ് ബ്രീതിങ് കഫിങ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൂടാതെ ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ്പ് ബ്രീതിങ് കഫിങ് ടെക്നിക്കും സ്പൈറോമെട്രി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ബിക്കോസ് ദീസ് 2 തിങ്സ് വിൽ പ്രിവെൻറ്റ് ന്യൂമോണിയ ആൻഡ് അത്ലറ്റാസിസ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. ലെഗ് ആൻഡ് ഫുട്ട് എക്സസൈസ് വേണം വീനസ് സ്റ്റാസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻസിന് ഒത്തിരി മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീനസ് സ്റ്റാസിസ് ഉണ്ടാവും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ലെഗ് ആൻഡ് ഫുട്ട് എക്സസൈസ് അവരെ പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ഇൻവേസീവ് ഡിവൈസസ് അവരുടെ ബോഡിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ, NG ട്യൂബോ ഡ്രെയിനോ ഫോളിസ് കത്തീറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ മുന്നേ ഇൻഫോം ചെയ്യുക. അതൊന്നും പുൾ ഔട്ട് ചെയ്യരുത്. എന്തെങ്കിലും ഡിസ്കംഫർട്ട് അതൊക്കെ വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ നേഴ്സിനെ അറിയിക്കുക. അങ്ങനെയൊക്കെയുള്ള ടീച്ചിങ് അവർക്ക് കൊടുത്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഓപ്പറേറ്റീവ് ക്ലയൻറ്റ് ടീച്ചിങ്ങിൽ കാണുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഔട്ട്കം, പിന്നെ പെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ അത്ലറ്റാസിസും ന്യൂമോണിയം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ NG ട്യൂബ് ഡ്രെയിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻഫോം ചെയ്യണം. സോ 6ാമത്തേത് സൈക്കോ സോഷ്യൽ പ്രിപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ സൈക്കോ സോഷ്യൽ പ്രിപ്പറേഷനിൽ പേഷ്യൻ്റ് ലെവൽ ഓഫ് ആങ്സൈറ്റി എങ്ങനെയാണെന്ന് നമ്മളൊന്ന് അസസ് ചെയ്യുക. പിന്നെ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത കേസസ് അല്ലെങ്കിൽ പോളിസീസൊക്കെ അനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പേഷ്യൻസിനോട് ഫാമിലിയോട് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ഡോക്ടേഴ്സാണ് പറയേണ്ടത്. അങ്ങനെയുള്ള കേസസിൽ ഡോക്ടേഴ്സിനെ വിളിച്ച് അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ സർജറിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മെൻ്റൽ പ്രിപ്പറേഷന് വേണ്ടി കുറച്ച് ടൈം അവർക്ക് കൊടുക്കുക. എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. പിന്നെ അവരുടെ കൾച്ചറലായിട്ടുള്ള ആസ്പെക്ട്സ് എന്തെങ്കിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സൈക്കോ സോഷ്യൽ പ്രിപ്പറേഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 7ാമത്തെ പോയിൻ്റ്, പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. ഓക്കെ, ഇതിൽ ഏറ്റവും ആദ്യമുള്ളൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ഉണ്ടാവണം പേഷ്യൻ്റെ കയ്യിൽ. ഓക്കെ, പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റിലെ നമ്പറും പേരും ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അവർ ഐഡൻറ്റിഫിക്കേഷൻ ഓപ്പറേഷൻ തിയേറ്ററിലോ ഓപ്പറേഷൻ റൂമിലോ നോക്കുന്നത്. സോ ഐഡൻറ്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ഉണ്ടായിരിക്കുക.
പിന്നെ എന്തെങ്കിലും അലർജീസ് ഉണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യുക. ലാറ്റക്സ് അലർജി, എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കിന് അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരുടെ അടുത്ത് ചോദിക്കുക, അസസ് ചെയ്യുക. ഹോസ്പിറ്റൽ പോളിസീസ്, പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ഹോസ്പിറ്റൽ പോളിസീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ലിസ്റ്റിലുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ കൺസെൻറ്റ് ഫോം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഹിസ്റ്ററിയും ഫിസിക്കൽ എക്സാമിനേഷനും പിന്നെ വൈറ്റൽ സയൻസൊക്കെ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പ്രിസ്ക്രൈബ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ മാച്ചിങ്ങും ക്രോസ് മാച്ചിങ്ങും ഗ്രൂപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ പേഷ്യൻ്റെ ബോഡിയിൽ നിന്നും ശരീരത്തിൽ നിന്നും ജ്വല്ലറി, മേക്കപ്പ്, എന്തെങ്കിലും ഡെഞ്ചേഴ്സ്, ഹെയർ പിന്ന്, നെയിൽ പോളിഷ്, പിന്നെ ഗ്ലാസ്സസ് ഉണ്ടെങ്കിൽ, പ്രോസസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുക. ഇതിനെ റിമൂവ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും വാല്യുബിൾസ് ഉണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ പേഷ്യൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത് ഹാൻഡ് ഓവർ ചെയ്യുക. ഇൻ കേസ് അങ്ങനെയല്ല, ഹോസ്പിറ്റൽ സേഫിലാണ് വെക്കുന്നതെങ്കിൽ അത് വെച്ച് വാല്യുബിൾസ് ഹാൻഡിൽ ചെയ്യാനുള്ള പോളിസീസും ഡോക്യുമെൻറ്റ്സൊക്കെ കാണും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഡോക്യുമെൻറ്റ്സിൽ ലാസ്റ്റ് ടൈം ഫുഡും കഴിച്ച ടൈം നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. എപ്പോഴാണ് യൂറിൻ പാസ് ചെയ്തതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കണം. ഫോളിസ് കത്തീറ്റർ ആണെങ്കിൽ MD ചെയ്തത് എപ്പോഴാണെന്നുള്ള ടൈമിങ് എഴുതിയിരിക്കണം. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് എപ്പോഴാണ് അതിൻ്റെ ടെസ്റ്റ് ഡോസും ഫുൾ ഡോസും കൊടുത്തതെന്നുള്ളതും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓഫ് കോഴ്സ് വൈറ്റൽ സയൻസ് നമ്മൾ ചാർട്ടിലത് അടയാളപ്പെടുത്തി അല്ലെങ്കിൽ അത് ഫയലിൽ എഴുതി ടൈമിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ലിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പോളിസി അനുസരിച്ച് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ലാസ്റ്റ് പോയിൻ്റ് പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് ആണ് കേട്ടോ. പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് ഓരോ സർജറി അനുസരിച്ച് വ്യത്യാസമാണ്. ഏത് ടൈപ്പ് മെഡിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. പിന്നെ പേഷ്യൻസിനടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഈ മെഡിക്കേഷൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിക്കേഷനാണ്. ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷനിൽ, പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അത് മെയിൻലി 8 കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഇൻഫോംഡ് കൺസെൻറ്റ്, ന്യൂട്രീഷൻ, എലിമിനേഷൻ, സർജിക്കൽ സൈറ്റ് പ്രിപ്പറേഷൻ, ക്ലയൻറ്റ് ടീച്ചിങ്, സൈക്കോ സോഷ്യൽ പ്രിപ്പറേഷൻ, പ്രീ ഓപ്പ് ചെക്ക് ലിസ്റ്റ്, പ്രീ ഓപ്പ് മെഡിക്കേഷൻസ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഇതിനെക്കുറിച്ച് ഈ പ്രീ ഓപ്പറേറ്റീവ് കെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പം നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷോർട്ടായിട്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ വലിച്ചു നീട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക.